എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനായ പ്രതീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്പാർക്കുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് മാതിരി എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക. നമസ്കാരം ശ്രീകാന്ത്. ഹരേ കൃഷ്ണ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എൻ്റെ അനുഭവം എന്നോ അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള അടുപ്പം എന്നോ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം. ഒരുപാട് പ്രാവശ്യം വേണോ എഴുതണോ എന്ന് ചിന്തിച്ചു കേട്ടോ. പിന്നെ ഭഗവാൻ തന്നെ പറയുന്നത് പോലെ തോന്നി എഴുതാൻ. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. എൻ്റെ പേര് പ്രതീഷ് രാമചന്ദ്രൻ. 10 വർഷത്തിൽ കൂടുതലായിട്ട് വിദേശത്താണ്. മൊത്തം 18 വർഷമായിട്ടൊരു പ്രവാസിയാണ്. ഞാനൊരു ഭക്തനായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ന് വേണമെങ്കിൽ ഉത്തരം പറയാം. പക്ഷേ ഒരു സാധാരണ ഭക്തി എന്ന നിലയിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു ശരാശരി മലയാളി. എല്ലാ വർഷവും ശബരിമല വ്രതമെടുക്കും. പോകാൻ കഴിഞ്ഞാൽ പോവും. അമ്മയുടെ തറവാട്ടിലായിരുന്നു ബാല്യം മുഴുവൻ. ഓർമ്മ വെച്ചതു മുതൽ കേൾക്കുന്നത് ഗുരുവായൂരപ്പ കഥകളും കീർത്തനങ്ങളും. വല്യമ്മാവൻ വലിയൊരു ഭക്തനായിരുന്നു. നെന്മേനി ഉണ്ണിയുടെ കഥകളും കുചേലൻ അവലുമായിട്ട് പോയ കഥകൾ ഒരുപാട് പ്രാവശ്യം അമ്മാവനിൽ നിന്നും കേൾക്കാൻ ഭാഗ്യമുണ്ടായി. ഭഗവാനുമായിട്ട് അടുക്കാനുണ്ടായ കാര്യത്തിലേക്ക് വരാം. ഞാൻ ജോലി ചെയ്യുന്നത് സെയിൽസ് ആൻഡ് അഡ്മിൻ വിഭാഗത്തിലാണ്. അതുകൊണ്ട് മിക്കവാറും കാറിലായിരിക്കും ദിവസം മുഴുവൻ. ഭക്തിഗാനങ്ങളും പ്രഭാഷണങ്ങളും മുഖ്യ വിഷയമായിരിക്കും. യൂട്യൂബിൽ പ്രഭാഷണം തിരഞ്ഞ് നടക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ശരത് എ ഹരിദാസൻ എന്ന് കാണുന്നതും കേൾക്കാനും തുടങ്ങിയത്. സാധാരണഗതിയിൽ നിന്ന് അത് പിന്നീട് ഒരു അഡിക്ഷൻ പോലെയായി മാറി. എന്തോ ഒന്ന് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ താനേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നിരവധി പ്രഭാഷണങ്ങൾ. ജോലി ചെയ്യുന്ന സ്ഥലത്തെ വീക്കെൻഡ് ദിവസങ്ങൾ ബാച്ചിലർ റൂമിലായിരിക്കും. എല്ലായിടത്തെയും പോലെ തന്നെ മദ്യപാന സദസ്സിൻ്റെ കൊഴുപ്പോടു കൂടിയേ അവസാനിക്കുള്ളൂ. എൻ്റെ റൂമും അതേപോലെ തന്നെ. അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മദ്യം കഴിച്ച് കമ്പനിയായി റൂമിൽ സിനിമയോ മറ്റോ കാണും. ഇതായിരുന്നു പതിവ്. ഇതിനിടയിൽ കഴിച്ചു കഴിഞ്ഞാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഡ്രൈവിങ്ങും പതിവായിരുന്നു. പക്ഷേ ആ സമയത്തും റൂമിലുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതെ ലാപ്ടോപ്പിൽ പ്രഭാഷണം കേൾക്കൽ ഒരു പതിവായി. ഭഗവാന് വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും മുമ്പേ ഉള്ളതിനാൽ അതും പതിവായിട്ടുണ്ട്. ഏതെങ്കിലും നല്ല ഭക്തിഗാനം കിട്ടിയാൽ കാറിൽ ഉച്ചത്തിൽ വെച്ച് റൂമിലെ ആളുകളെ കേൾപ്പിക്കലേ ആയി എൻ്റെ പണിയിട്ടോ. ഒരു ദിവസം അവധി ആഘോഷം സാധാരണ പോലെ കഴിഞ്ഞ് ഒരു നരസിംഹസ്തുതി കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരുമാതിരി ചിത്തഭ്രമം വന്നതുപോലെയായിരുന്നു. ആകെ ഒരു വെപ്രാളം. അന്ന് കേട്ട ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ഭഗവാന് വേണ്ടി എന്തെങ്കിലും ത്യജിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആലോചിച്ചിരുന്നപ്പോൾ മദ്യപാനം എന്ന് ഉത്തരം കണ്ടെത്താൻ ഒരു വിഷമം ഉണ്ടായില്ല. അടുത്ത പ്രാവശ്യം കമ്പനി സദസ്സിൽ എനിക്ക് വേണ്ടി ഗ്ലാസ് നിരത്തി വെച്ചപ്പോൾ എൻ്റെ ഗ്ലാസ് ഞാൻ തന്നെ കമഴ്ത്തി വെച്ചു. ഏതാണ്ട് 2 വർഷമായി പരിപൂർണമായി അതിൽ നിന്ന് മുക്തനാണ്. ശരത്തേട്ടൻ്റെ തന്നെ മേൽപ്പത്തൂരും നാരായണീയവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ കേട്ടത് ആയിടയ്ക്കാണ്. നാരായണീയവുമായി ആകെയുള്ള ബന്ധം മയിൽപീലി ഓഡിയോ കാസറ്റിലെ ചന്ദ്രചർച്ചിത തുടങ്ങുന്നതിന് മുന്നേ 1-ാം ദശകത്തിലെ ആദ്യ ശ്ലോകം കേട്ടത് മാത്രമാണ്. എന്നാൽ പിന്നീട് ആദ്യം ചെയ്തത് നാരായണീയം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യലായിരുന്നു. ശരിക്കും ഒരു അത്ഭുതം തോന്നിയത് ഞാനിത് പകർത്തി എഴുതാൻ തുടങ്ങിയപ്പോൾ ആയിരുന്നു. വരികൾ മൊത്തം ഞാൻ എവിടെയോ എപ്പോഴോ കേട്ടതുപോലെ. അതുമാത്രമല്ല, എനിക്ക് വല്ലാത്ത ഒരു ലഹരി പോലെയായി നാരായണീയം. പല വ്യാഖ്യാനങ്ങളും കേൾക്കാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് ത്രിമധുരം ഗ്രൂപ്പിനെ പറ്റി അറിഞ്ഞതും ആ ഫാമിലിയിൽ അംഗമാവാൻ കഴിഞ്ഞതും. അതിനേക്കാളും വിചിത്രമായ അനുഭവം എന്തെന്നാൽ ആ ഗ്രൂപ്പിലെ അമ്മമാർ എനിക്ക് മുമ്പേ പരിചയമുള്ളവരെ പോലെയാണ് പലപ്പോഴും തോന്നാറ്. ആരുടെയും പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉച്ചപൂജാവതരണം ദേവസ്വത്തിൻ്റേത് കേട്ടുകൊണ്ട് അത് AI-യിൽ ഉണ്ടാക്കലും പിന്നീട് നാരായണീയം എഴുതാനും അമ്മമാരുടെ പാരായണവും സാന്ദ്രാനന്ദം എന്താണെന്ന് അനുഭവ സാക്ഷ്യമായിരുന്നു. ഇപ്പോഴും നാരായണീയം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അത് ബാഗിലുണ്ടായിരിക്കുമ്പോൾ ഉള്ള ധൈര്യം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് കുറേ വ്യക്തിപരമായിട്ട് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിലേക്കാക്കിയ ഭഗവാന്റെ ലീലകളുണ്ട്. വിചിത്രമായ ലീലകൾ. അത് പിന്നീട് ഒരവസരത്തിലേക്ക് പറയാം. ഇത്രയും പറഞ്ഞത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ എനിക്ക് പറ്റുമെങ്കിൽ ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ ആർക്കും പറ്റും. നീട്ടിയ കൈകൾ തട്ടിമാറ്റാതെ എല്ലാവരും ഭഗവാനെ മുറുകെ പുണർന്നാൽ മാത്രം മതി. കിടക്കുന്നതിനു മുമ്പ് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ ഒരു മുത്തം കൊടുക്കുക. ഡ്രൈവിങ്ങിൽ അടുത്ത സീറ്റിൽ ഭഗവാനോട് സംസാരിക്കുക. ഇതെല്ലാം തുടക്കകാലത്ത് എൻ്റെ പൊടിക്കൈകളായിരുന്നു. പക്ഷേ ഇപ്പോഴും തുടരുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണാർപ്പണമസ്തു. എന്താ കഥ?
ഒരു സ്പാർക്ക് കൊണ്ട് മദ്യപാനം നിർത്തുക, നാരായണീയത്തിലേക്ക് അഡിക്റ്റ് ആവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ് 3യിൽ പ്രതീഷും കുറേ അമ്മമാരും കൂടെ ദിവസവും നാരായണീയം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രതീക്ഷ നാട്ടിൽ വന്നപ്പോൾ വിളിച്ചിരുന്നു, പക്ഷേ നേരിട്ട് കാണാൻ പറ്റിയില്ല. എൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു. പക്ഷേ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. എന്താ പറയേണ്ടത്, ഈ അനുഭവം എന്നോട് ആദ്യം ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോഴാണ് എഴുതി അയച്ചത്. അത് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്താ കഥ? വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ജോയിനായിട്ട് മാത്രം അനുഭവങ്ങൾ അയയ്ക്കുക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിൽ കാണുന്നവർ ജോയിൻ ബട്ടണിലൂടെ വരിക. ഹരേ കൃഷ്ണ.